ഹായ് വ്യൂവേഴ്സ്, വെൽക്കംസ് ടു സുമീസ് കിച്ചൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ കടലക്കറിയാണ്. നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് കടലക്കറി. ഇന്ന് നമ്മുടെ ഒരു വെറൈറ്റി, ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു കടലക്കറിയാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. കടല 250 ഗ്രാം കടല 8 മണിക്കൂർ മുമ്പ് കുതിർത്ത് വെച്ച കടലയാണിത്. ഇതിൻ്റെ കൂടെ ചേർക്കാനായി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഒരു തക്കാളി, ഒരു ചെറുത് മതി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത്, മല്ലിപ്പൊടി, സവാള ഒരു വലുത് നീളത്തിലരിഞ്ഞത്, ചെറിയ ഉള്ളി ഒരു 6 എണ്ണം, ഗരം മസാല, പച്ചമുളക് 2 എണ്ണം, മല്ലിയില, വേപ്പില, വറുത്തരച്ച തേങ്ങ. ഈ തേങ്ങ വറുത്തരച്ചപ്പോൾ നമ്മൾ ഇതിലേക്ക് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒരല്പം ചേർത്ത് കൊടുത്തിരുന്നു. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ. ഇത്രയും വീതം ചേർത്താണ് നമ്മൾ ഈ തേങ്ങ വറുത്തരച്ചത് റെഡിയാക്കിയിരിക്കുന്നത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. കുക്കറിലാണ് നമ്മളിത് റെഡിയാക്കുന്നത്. നമുക്കിതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞു. നമുക്കിതിലേക്ക് സവാള അരിഞ്ഞത്, ഉള്ളി അരിഞ്ഞത്, പച്ചമുളക് അരിഞ്ഞത്. സവാള 1 എണ്ണം, ഉള്ളി 6 എണ്ണം, പച്ചമുളക് 2 എണ്ണം. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം. ഇഞ്ചി ഒരു കുറച്ച് വലുപ്പത്തിൽ എടുക്കണം. വെളുത്തുള്ളി ഒരു 6 അല്ലി വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തക്കാളിയും വേപ്പിലയും ചേർക്കാം. ഒരു ചെറിയ തക്കാളിയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. 2 തണ്ട് വേപ്പില. കുറച്ചു നേരം ഒന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് വാടിക്കഴിഞ്ഞു. നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമ്മൾ തേങ്ങ വറുത്തരച്ചതിൽ കുറച്ച് ചേർത്തിട്ടുണ്ട്. ആ എരിവ് നോക്കിയിട്ട് പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. നമ്മുടെ പൊടികളെല്ലാം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കടല ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കും. നമുക്ക് തേങ്ങ വറുത്തരച്ചത് ചേർക്കാം. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് ഇനി നമ്മൾ തേങ്ങ ഒരു 1/4 മുറി തേങ്ങ എടുത്തിട്ടുള്ളൂ. വളരെ കുറച്ച് തേങ്ങ മതി. നമുക്കിതിലേക്ക് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ തേങ്ങ വറുത്തരച്ചതിൻ്റെ വെള്ളമാണ്. കുറച്ച് കൂടുതൽ ഒഴിക്കണം, അല്ലെങ്കിൽ വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും വെള്ളമെല്ലാം വറ്റിപ്പോകും. അതായത് നമുക്ക് എന്തോരം ചാറ് വേണോ അതിനേക്കാളും ഒരു 2 കപ്പ് വെള്ളം കൂടുതൽ ഒഴിക്കണം. എന്നാലാണ് അത് വെന്ത് വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉള്ള ചാറായിട്ട് വരുള്ളൂ. ഇപ്പം നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് മൂടി വെച്ച് ഒരു 6 വിസിൽ അടുപ്പിക്കാം. അങ്ങനെ നമ്മുടെ കടലക്കറി നന്നായിട്ട് ചാറൊക്കെ പറ്റി നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അവസാനമായിട്ട് അല്പം മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർക്കുമ്പോഴേക്കും നല്ല ഫ്ലേവർ അടിക്കും.
വളരെ ടേസ്റ്റി ആയിരിക്കും. സോ വ്യൂവേഴ്സ്, എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യുക. താങ്ക് യു വ്യൂവേഴ്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.